എളുപ്പത്തിൽ വളരെ രുചികരമായ രീതിയിൽ മട്ടൺ ഉലർത്തിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ ഇറച്ചിയെല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചോ അരിഞ്ഞോ ഒന്ന് എടുക്കുക. ഇത് ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇത് കുക്കറിൽ നിന്ന് വേവിച്ചെടുക്കാം. ഇറച്ചിയപ്പം ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവോള വഴറ്റിയെടുക്കാം. സവോള ഇതുപോലെ ഒന്ന് ബ്രൗണിഷ് കളറായിട്ട് വരുമ്പോഴേക്കും നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ കാണിച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ഈ ഇറച്ചി വേവിച്ചതിൻ്റെ വെള്ളമില്ല, അതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രേവി നന്നായിട്ടൊന്ന് കുറുകി വരും. എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേക്കും വേവിച്ച് വെച്ച ഇറച്ചി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം. മസാല ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളത്തോടു കൂടി എടുക്കാം. റോസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഞാനിവിടെ സെമി ഗ്രേവി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അവസാനം കുറച്ച് പെപ്പർ പൗഡറും കറിവേപ്പിലയും കൂടെ ഒക്കെ ചേർത്ത് ഇളക്കിയാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മുടെ കൊതിയൂറും ആട്ടിറച്ചി ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ബൈ, താങ്ക് യു.